ഒരിക്കൽ ഒരു കാക്ക കറുത്തിട്ടാണല്ലോ. കാക്ക ഞാൻ നോക്കിയപ്പോൾ ഇതൊരു കഥയാണ് കേട്ടാ. നോക്കുമ്പോൾ ഞാൻ കറുത്തിട്ടാണ്, ഭംഗി കുറവാണ് എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു അരയന്നം പോകുന്നു. Excellency, I am telling some stories to my brothers and sisters. I will translate you later. അപ്പോൾ കാക്ക പറഞ്ഞ് ഞാൻ വളരെ കറുത്തതല്ലേ, ഒരു ഭംഗിയില്ലല്ലോ എനിക്കെന്ന്. കഥയാണ് കേട്ടോ. അപ്പോൾ കാക്ക അരയന്നത്തിനെ കണ്ടു. അരയന്നത്തിനോട് കാക്ക പറഞ്ഞു, ഓ എന്തൊരു ഭംഗി അരയന്നമേ, എൻ്റെ നിറമൊന്ന് നോക്ക്, നീ വളരെ ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞു. എനിക്ക് ആ ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അരയന്നം പറഞ്ഞു, ഞാനും വിചാരിച്ചിരുന്നു ഞാൻ വളരെ ഭംഗിയുള്ളതാണ്, പക്ഷേ ഞാൻ തത്തയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഭംഗി കുറവും തത്തക്ക് ഭംഗി കൂടുതലുമുണ്ട്. ആയതുകൊണ്ട് എന്നേക്കാൾ ഭംഗിയുള്ളത് തത്തയാണ്, പാരറ്റ്. അപ്പോൾ കാക്ക തത്തയുടെ ഇത് പോയി. തത്തയോട് ചോദിച്ചു, അല്ലയോ തത്തയെ, നീ എന്തൊരു ഭംഗിയാണ്, ആയതുകൊണ്ട് നിന്റെ ഭംഗി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രയോ സന്തോഷമുണ്ടാകുമായിരുന്നു. തത്ത പറഞ്ഞു, ഞാനും അതെന്നെ വിചാരിച്ചിരുന്നത്, പക്ഷെ ഞാൻ മയിലിനെ കണ്ടപ്പോൾ മയിലിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാൾ ഭംഗി മയിലിനാണ്. ആയതുകൊണ്ട് മയിലാണ് എന്നേക്കാൾ ഭംഗിയുള്ളതെന്ന്. അപ്പോൾ വേഗം കാക്ക മയിലിനെ കാണാൻ പോയി. അപ്പോൾ മയിൽ ഈ കാഴ്ച ബംഗ്ലാവിൽ ഒരു കൂട്ടിലാണ് മയിൽ. അങ്ങനെ മയിലിൻ്റെ അടുത്ത് ചെന്നു. മയിലിനോട് പറഞ്ഞു, നീ എന്തൊരു ഭംഗിയുള്ളതാണ്, ഞാൻ കാക്ക കണ്ടില്ലേ, കറുത്തിട്ടാണ്. അപ്പോൾ പറഞ്ഞു, മയിൽ പറഞ്ഞു, ഞാൻ ഭംഗിയുള്ളത് കൊണ്ടാണ് എന്നെ ഇവർ ഈ കൂട്ടിൽ അടച്ചിട്ടുള്ളത്, കാഴ്ച ബംഗ്ലാവിൽ. ഞാൻ വിചാരിക്കുന്നു ഞാനൊരു കാക്കയാണെങ്കിൽ എനിക്കിങ്ങനെ വിശാലമായി പറന്ന് നടക്കാമായിരുന്നു. ആരും എന്നെ പിടിച്ച് കാക്കനാരെങ്കിലും കുടിച്ച് കൂട്ടിയിലിട്ട് വളർത്തൽ കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾക്ക് എന്തുണ്ടോ അതിൽ സംതൃപ്തരാവുക, അതിന് ദൈവത്തോട് നന്ദി പറയുക. അല്ലാതെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്താൽ പോയാൽ നമുക്ക് അസമാധാനമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് എനിക്ക് എൻ്റെ സഹോദരന്മാർ ഇപ്പോൾ പറയാറുള്ളത്.